പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഷാജീസ് കാർഡമൻ ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ചാനലിൽ ഈ ചെറിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നത്. പല പല സാഹചര്യങ്ങളാൽ വീഡിയോസ് ചെയ്യാൻ സാധിച്ചില്ല. അതിലുപരി ഗൗരവമുള്ള പോയിന്റുകളൊന്നും എന്നെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ആപ്റ്റായ സാഹചര്യം. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഫീഡ്ബാക്കുകൾ, കോളുകൾ, അതിൽ വരുന്ന കുറേ സംശയങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങൾ കൂടി വ്യക്തമായി പറയാം. കഴിഞ്ഞ മുമ്പത്തെ ശക്തമായ വേനലിന് ശേഷം ഒത്തിരി പേർക്ക് ആദായത്തിൽ കനത്ത നഷ്ടം ഉണ്ടാകുകയും ചെടികൾ വ്യാപകമായി വേനലിൽ ഉണങ്ങിപ്പോവുകയൊക്കെ ചെയ്തതിന് ശേഷം അതേ കാലാവസ്ഥ പ്രതീക്ഷിച്ച് എല്ലാവിധ ആർട്ടിഫിഷ്യൽ സൗകര്യങ്ങളും ഒരുക്കി നനയ്ക്കാനും ഗ്രീൻ നെറ്റ് കെട്ടാനും എല്ലാം തയ്യാറായി. ഈ വേനൽക്കാലം തുടക്കം മുതൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ക്ലൈമറ്റ് നിർമ്മിച്ചെടുത്ത് ചെടിയെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് നല്ല സന്തോഷവാന്മാരായി കൃഷിയെ പരിപാലിച്ച് മുൻപോട്ട് വന്നിരുന്നവർ മുൻ വർഷങ്ങളിലെ നേരെ വിപരീതമായിട്ട് അതിവർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, മഴ കൂടുതലുള്ള സാഹചര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഫേസ് ചെയ്തത് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭീകരമായ നെഗറ്റീവിലേക്കാണ്. ഇവിടെ ഈ സാഹചര്യത്തെയും മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടും കർഷകരുടെ ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഈ അവസ്ഥയെ ആദായമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടും ഒത്തിരി പേര് വളരെ ദുഷ്ടലാക്കോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിന് ഇരയായി പോയിട്ടുള്ള കുറേ അധികം കർഷകരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പെട്ടെന്നൊരു പ്രകോപനം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു മിനിറ്റുകൾക്ക് മുമ്പ് ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജാണ്. IKK എന്ന് പറയുന്ന ഏലം കൃഷി ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മയിൽ വന്നൊരു മെസ്സേജാണ്. അതിൽ 2019 മുതൽ തുടർന്നു വരുന്നൊരു കൂട്ടായ്മയാണ്. ഇതുപോലെ കർഷകരുമായിട്ട് ഉള്ള അറിവുകൾ കൊണ്ടും കൊടുത്തും അവരിൽ നിന്നുള്ള അറിവുകൾ സ്വീകരിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു കർഷകനെന്നുള്ള നിലയിൽ കുറച്ച് മുമ്പ് വന്നേക്കുന്ന മെസ്സേജ് നല്ലതുപോലെ തന്നെ മാനസികമായി ഹാപ്പി ചെയ്യുകയുണ്ട്. കാലങ്ങളായി ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരു കർഷക സുഹൃത്ത്, എത്ര നാളായിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എങ്കിലും ഒരു കർഷക സുഹൃത്ത് കൊത്തഴുകലിന് പ്രതിരോധമായിട്ട് ഏറ്റവും റിസൾട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ ഗ്രൂപ്പിൽ സജസ്റ്റ് ചെയ്യുന്ന, സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ടെബുക്കോൺസോളും COCയും കൂടി ചേർത്ത് ശരത്തിന് സ്പ്രേ കൊടുത്ത് കൊത്തഴുകലിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന കോമ്പിനേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുകയും വ്യാപകമായിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുകയും 70% മുകളിലുള്ള ആൾക്കാർ വിജയ സാധ്യത കണ്ടെത്തുകയും ചെയ്തേക്കുന്നു. ഇതിൻ്റെ എടുത്ത് പറയേണ്ട പ്രത്യേകത, 100 മില്ലി ക്വാളിറ്റിയുള്ള ഈസിഫോം ടെബുക്കോൺസോളും നിലവാരമുള്ളൊരു കമ്പനിയുടെ 200 ഗ്രാം COCയും 200 ലിറ്റർ വെള്ളത്തിൽ കലക്കേണ്ട ഡോസാണ്. അതിൽ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ളൊരു സ്പ്രെഡറും കൂടി ചേർത്തിട്ട് വേണം ശരത്തിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ശരം ബേസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് നമ്മളൊരു വിഷയം കണ്ടതിന് ശേഷം അതിനെ കൂടുതൽ സ്പ്രെഡാകാതിരിക്കാനും താൽക്കാലികമായിട്ട് നിയന്ത്രിക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമുക്കതിൽ ഒരു 30% നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട്. ബാക്കി 70% അതിന് മുൻപും അതിനോടൊപ്പവും അതിന് ശേഷവും നമ്മൾ ചെയ്യുന്ന പരിചരണങ്ങളിലേക്കാണ്. ഈ കൊത്തഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു തരത്തിൽ 1-2 കൊത്തലാണ് അഴുകൽ കണ്ടേക്കുന്നത് എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ക്ഷതമേറ്റിട്ടായിരിക്കാം, അല്ലെങ്കിൽ തട്ട കാറ്റ് തൊടിഞ്ഞിട്ടോ, ഷെയ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ട്, തട്ടയ്ക്ക് എന്തെങ്കിലും ക്ഷതമേറ്റിട്ടോ ഇല്ലെങ്കിൽ മരുന്നടിക്കാൻ വേണ്ടി ഓസ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മൈന്യൂട്ടായൊരു ക്ഷതമേറ്റതിൻ്റെ പേരിലായിരിക്കാം. അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്ന ചെടികളിൽ ഈ വർഷത്തെ ക്ലൈമറ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട്, അതായത് ഫംഗസിന് കിട്ടുന്ന ക്ലൈമറ്റ് സപ്പോർട്ട് കൊണ്ട് ചെറിയ തോതിലും വീണ്ടും ആക്റ്റീവായി വരുന്നത് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഒരു കൊത്തഴുകളുടെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നിർദ്ദേശിക്കുന്ന പരിചരണം എന്ന് പറയുന്നത് പ്രശ്നം കണ്ടിരിക്കുന്ന കൊത്തുകൾ നിർബന്ധമായും റിമൂവ് ചെയ്ത് നമ്മൾ പറമ്പിൽ പുറത്ത് കളയുക, നമ്മുടെ കൃഷിയിടത്തിൽ പുറത്ത് കളയുക നിർബന്ധമായും. അത് കൂടുതൽ വ്യാപിച്ച ഒരു ശരത്തിൽ കൂടുതൽ കൊത്തുകളിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരം അവിടുന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക്. അതിന് ശേഷം വേണം നമ്മൾ മരുന്ന് പ്രയോഗത്തിലേക്ക് മാറാനായിട്ട്. അതിൻ്റെ ഡോസ്, നമ്മൾ ഈ പറയുന്ന ഡോസ് സഫീഷ്യൻ്റ് ആണ്, കൃത്യമായ റിസൾട്ട് ഉള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ കെമിക്കൽ ഫോമുകളെ പറയുന്നുള്ളൂ. നമ്മളൊരു കമ്പനിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ പ്രൊമോട്ട് ചെയ്യാനല്ല. പിന്നെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുന്ന പുതുതായിട്ട് വന്നിരിക്കുന്ന കർഷകർക്ക് നമ്മൾ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തും. എന്ത് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയാലും മിനിമം ഒരു 3 സബ്സ്റ്റിറ്റ്യൂട്ടെങ്കിലും നമ്മളതിന് പറയാറുമുണ്ട്. നിലവാരമുള്ള 3 ഐറ്റമെങ്കിലും നമ്മൾ പറയാറുമുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് കെമിക്കൽ ഫോമുകളും വളത്തിൻ്റെ ആണെങ്കിൽ മൂലകങ്ങളുമാണ്. അല്ലാതെ ഒരു കാരണവശാലും ഒരു പ്രത്യേക പേരെടുത്ത് പറഞ്ഞ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ ഇതിൽ കുറച്ച് മുമ്പ് വന്നിരിക്കുന്ന മെസ്സേജിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഓവർഡോസായിട്ട് മരുന്ന് പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. 10 ദിവസമായിട്ടുള്ളൂ. നിലവിൽ വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മരുന്ന് ഈ പറയുന്ന പ്രിസ്ക്രൈബ് ഡോസിൽ തെറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, ഓവർഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഓവർഡോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ആണെന്നുള്ളത് വർഷങ്ങളായി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കെമിക്കൽ ഫോമുകൾ ഏത് ഉപയോഗിച്ചാലും അതിൻ്റെ ആപ്റ്റായ ഡോസ് നൽകുന്ന റിസൾട്ട് ഒരു കാരണവശാലും ഓവർഡോസ് നൽകില്ല. താൽക്കാലികമായിട്ട് ഒരു തവണ നിങ്ങൾക്കത് റിസൾട്ട് നൽകിയാൽ പോലും പിന്നീട് ഒരു തവണ അത് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% പരാജയമായി പോവുകയും ചെയ്യും. അപ്പോൾ ഓവർഡോസ് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ബാക്കിയുള്ള പരിചരണ മുറകളെ കൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്ത് നോക്കണം. ഇതിൽ പകുതി 2 വെള്ളത്തേക്കാൾ വയ്ക്കുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേനൽക്കാലത്ത് ചെടിയും ചൂടും നനയുന്ന രീതിയിൽ നനയ്ക്കുകയും വളപ്രയോഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതകൾ അതിനു മുമ്പുള്ള വീഡിയോസിലേക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏലം കൃഷിയിൽ എന്ത് ചെയ്യണമെന്നല്ല, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. ആ അധ്യായം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. പുതുതായിട്ട് കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ പെട്ടെന്ന് ഇതിനകത്തൊന്നും മനസ്സിലായില്ല എന്ന് വരും. അങ്ങനെയുള്ളവർ ക്ഷമിക്കുക. സ്വല്പം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഫംഗിസൈഡ് പ്രയോഗം കൊണ്ട് അദ്ദേഹം റിസൾട്ട് കിട്ടിയില്ല എന്നും 10 ദിവസത്തിനുള്ളിൽ വീണ്ടും പ്രശ്നങ്ങൾ കാണുന്നു എന്നും വീണ്ടും അതിന് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ നിർദ്ദേശിച്ചിട്ടില്ല. അത് ഒരു പരിധി വരെ അത് ചെയ്യാൻ പാടില്ലാത്ത കണ്ടൻറ്റ് പ്രോസസ്സുമാണ്. ഈ ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റുകൾ നമ്മൾ ഒരു ചെടിയിൽ ഫിസിക്കലി യൂസ് ചെയ്യുമ്പോൾ പോലും ആ ചെടിയുടെ ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കുന്നുണ്ട്. കാരണം മൂലകങ്ങളെ അബ്സോർബ് ചെയ്യാനായിട്ട് ചെടിയെ ഈ സസ്യത്തെ സഹായിക്കുന്ന ഒത്തിരി ബയോസ്, അതിൽ 80% ബാക്ടീരിയൽ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഫിസിക്കലി ആയിട്ടും മണ്ണിലായിട്ടുമുള്ള ഒത്തിരി ബയോസ്, അതായത് നമ്മുടെ മിത്രസൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്ന വിഭാഗം 80% ബാക്ടീരിയ വിഭാഗത്തിലാണ്. അതിന് കെമിക്കൽ ഫോമുള്ള ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ 100% ബാധിക്കപ്പെടുന്നുണ്ട്. അതോടുകൂടി ചെടിക്ക് കിട്ടേണ്ട നാച്ചുറലായി കിട്ടേണ്ട സപ്പോർട്ടുകളെ നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. അത്ര എസൻഷ്യൽ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട കണ്ടൻറ്റാണ് ഈ ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റുകൾ. അതിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കെമിക്കൽ ഫോമിൽ ഡിയാഫെൻഡ്യൂറോൺ അല്ലെങ്കിൽ കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് കൂടി തരുന്ന, എന്നാൽ ബാക്ടീരിയകൾക്ക് വലിയ ദോഷമില്ലാത്ത കെമിക്കൽ ഫോമുകളുണ്ട്. അത്യാവശ്യം നിലവാരമുള്ള കെമിക്കൽസാണ്. നമുക്കത് റിസൾട്ട് നൽകും. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ ആൻറ്റി ബാക്ടീരിയൽ, അതായത് വാലിഡാമൈസിൻ, ടാക്മൈസിൻ, പ്ലാന്റോമൈസിൻ എന്നൊക്കെ പറയുന്ന ഐറ്റംസിൻ്റെ അത്രയും നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഇല്ലതാനും. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് പലപ്പോഴും ഗ്രൂപ്പിൽ നമ്മൾ റൂഡായിട്ട് മറുപടി പറയുന്നു എന്ന് വെച്ചിട്ട് പല കാര്യങ്ങളിലെയും ഈ ഗ്രൂപ്പിൽ ചോദ്യവും മറുപടി ഇടുമ്പോൾ, അതായത് IKK എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ചോദ്യവും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോൾ, കമൻറ്റുകൾ ഇടുമ്പോൾ ഇവിടുത്തെ പരിചരണ രീതിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എന്ന അവകാശവാദത്തോടു കൂടി കുറേ കാര്യങ്ങൾ പറയുകയും ഇതിന് ഈൽഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പലരും പറഞ്ഞിരിക്കുന്ന പല പ്രൊമോഷൻ പരിപാടികളും ഇതിനോടൊപ്പം ചെയ്യുകയും ഇതിനു മുമ്പ് ചെയ്തു വയ്ക്കുകയും ഫംഗിസൈഡിൻ്റെ അറസ്റ്റ് പറയാൻ വേണ്ടിയിട്ടെന്നുള്ള നിലയിൽ മറ്റ് പലരും നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് പല ചെയ്യാൻ പാടില്ലാത്ത പണികളിൽ കൂടുതൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നവർ ഒരു കാരണവശാലും ഇതിൻ്റെ പൂർണ്ണമായ റിസൾട്ടിലേക്ക് എത്തില്ല. അതിൽ എടുത്തു പറയുന്നു അമിനോസ്, അത് പ്രത്യേകിച്ച് സിന്തറ്റിക് അമിനോസ്. നാച്ചുറലായി വരുന്ന അമിനോസ് കണ്ടൻറ്റുകൾ നമുക്ക് വളരെ ചുരുക്കം നല്ല നിലവാരമുള്ള ഐറ്റംസ് കിട്ടാനുണ്ട്. അത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മുൻ വീഡിയോകളിലും ഗ്രൂപ്പിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്,
നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന, പ്രത്യേകിച്ച് യാതൊരുവിധ ഫംഗസ് ഇൻഫെക്ഷനും ഇല്ല എന്ന് ഉറപ്പുള്ള ചെടികളിൽ നമുക്കൊരു വർഷത്തിൽ ഒരു സീസണിൻ്റെ ലാസ്റ്റ് ടൈമോട് കൂടിയിട്ട് ഒരു തവണയൊക്കെ അമിനോ കൊടുത്ത് ഒരു റൗണ്ട് കായെടുപ്പിനെ നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന കണ്ടൻറ്റുകൾ, അമിനോ എന്ന് പറയുന്ന ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യം മണ്ണിൽ നിന്ന് മൂലകങ്ങളെ വലിച്ചെടുത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് പ്രക്രിയയായിട്ടുള്ള ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ കഴിഞ്ഞിട്ട് തിരിച്ച് കോശങ്ങളിലേക്ക് പോകുന്ന രൂപത്തിനാണ് ഈ അമിനോ എന്ന് പറയുന്നത്. ഇതിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ നമുക്ക് അസുഖം ബാധിച്ച് ക്ഷീണിതനായ ഒരാൾക്ക് ഡ്രിപ്പ് കൊടുക്കുന്നത്, അതായത് മനുഷ്യൻ ആഹാരം കഴിച്ചത് ദഹിച്ച് നമ്മുടെ കോശങ്ങളിലേക്ക് അത് എത്തുന്നത് ഗ്ലൂക്കോസ് എന്ന രൂപത്തിലായതുകൊണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റിനെ ഡയറക്റ്റ് നമ്മൾ രക്തത്തിലേക്ക് കലർത്തി കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന്, അസുഖബാധിതനായ ഒരു മനുഷ്യനുണ്ടാകുന്ന ക്ഷീണത്തെ താൽക്കാലികമായി മറികടക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രോസസ്സാണ് അമിനോ നമ്മൾ സസ്യത്തിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ഫിസിക്കലി ആരോഗ്യമുള്ള ചെടികൾക്കാണ് എങ്കിൽ അത് അത്യാവശ്യം ഫ്ലവറിങ്ങിനെയും കാസെറ്റിങ്സിനെയും ഒക്കെ സഹായിക്കും. ആരോഗ്യമില്ലാത്ത ഏതെങ്കിലും തരത്തിൽ ഫംഗസ് ഇൻഫെക്ഷനുള്ള ചെടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെടികളെ അത് ദോഷത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഒരു പരിധിവരെ അനിയന്ത്രിതമായ അശാസ്ത്രീയമായ അമിനോ പ്രയോഗങ്ങൾ ചെടിയെ അടപടൽ നശിപ്പിച്ച് കളയുന്ന സാഹചര്യങ്ങളിലേക്ക് വരും. ഇതിൻ്റെയൊക്കെ മുൻകാല ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഒരു ഇടക്കാലം കൊണ്ട് ഭയങ്കരമായി പ്രൊമോഷനായി കയറി വന്നിരുന്ന, ഈ അടുത്ത കാലങ്ങളിലായിട്ട് അങ്ങനെ കൂടുതൽ പറഞ്ഞു കേൾക്കുന്നില്ല, ഈ മത്തി ശർക്കര അമിനോ ഉണ്ടാക്കുന്ന, അതായത് ഫിഷ് അമിനോ എന്ന് പറയുന്ന സംഭവം, ചെറുനാരങ്ങ നീരും മുട്ടയും കൂടി ഉണ്ടാക്കുന്ന എഗ് അമിനോ, ഇങ്ങനെയുള്ള നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രയോഗം ഭയങ്കരമായിട്ട് പറഞ്ഞ് കേട്ടറിഞ്ഞ് ഇതിൻ്റെ ആ ഉപയോഗത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാകുന്ന റിസൾട്ടും ബൂസ്റ്റും കണ്ട് ഭയങ്കരമായിട്ട് പ്രചാരത്തിലെത്തുകയും ആ പ്രചാരത്തിലെത്തിയ ആ ഒരൊറ്റ പ്രോസസ്സ് കൊണ്ട് വ്യാപകമായിട്ട് ഏലം കൃഷി മേഖലയിൽ ഈ ചെടികൾ ഫിസേറിയം, ഫൈറ്റോത്തോറ, പോമ പോലുള്ള പ്രശ്നങ്ങൾ പിടിച്ച് വ്യാപകമായിട്ട് നശിക്കുകയും താൽക്കാലിക റിസൾട്ട് ലോങ് ടൈമിലേക്കുള്ള 100% നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഏലം കൃഷി ചെയ്ത് പരിചയമുള്ള ഈ പ്രോസസ്സുകൾ മുൻപ് ചെയ്തിട്ടുള്ള ഓരോ കർഷകനും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അനുഭവത്തിലുണ്ടായിട്ട് പോലും ഇന്ന കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിയാത്ത അനവധി കർഷകർ ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്തിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ചിന്തിക്കാനോ വിവേചിച്ചറിയാനോ ശേഷിയില്ലാത്ത, അല്ലെങ്കിൽ അത് ശ്രമിക്കാത്ത അനവധി കർഷകർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഫംഗിസൈഡിൻ്റെ പ്രയോഗത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒറ്റവാക്കിൽ പറഞ്ഞ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഈ മര്യാദ പാലിക്കാതെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കോളുകളിൽ 99.9% ആളുകളും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് തലവെരുക്കുക. അതായത് ടെബുക്കോണസോളും COCയും കൂടിയിട്ട് 100 മില്ലി ടെബുക്കോണസോളും 200 ഗ്രാം COCയും കൊത്തഴുകലിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പ്രെഡർ ചേർത്തിട്ട് ആവറേജ് വലിപ്പമുള്ള ചെടിക്ക് പോലും 1 ലിറ്ററോളം സ്പ്രേ ചെയ്ത് കൊടുത്ത് കംപ്ലൈൻ്റുള്ള കൊത്തുകൾ, ചരങ്ങൾ എന്നിവ റിമൂവ് ചെയ്ത് അതിൽ ഹോർമോണുകളോ അമിനോസോ നൈട്രജൻ ഫോമിലുള്ള വളങ്ങളോ ഫിസിക്കലി ഉപയോഗിക്കാതെയും അതിനെ നിയന്ത്രിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ ചെടി രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുള്ള സ്ഥലത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പണികൾ ചെയ്യുകയും അതിലുപരി ഈ കോമ്പിനേഷൻസ് ഓവർഡോസായിട്ട് 200 മില്ലി COCയും 200 മില്ലി ടെബുക്കോണസോളും 400 ഗ്രാം COCയും അതിൻ്റെ കൂട്ടത്തിൽ വാലിഡാമൈസിൻ പോലുള്ള കണ്ടൻറ്റുകളും എല്ലാം കൂടി ചേർത്തിട്ട് ചെടിക്ക് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയും അതായത് കലയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ആൾക്കാരെ എന്നോട് വിളിച്ച് സംസാരിച്ചേക്കും. ആവറേജ് ചെടി അവിടെ നിൽപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കാര്യകാരണങ്ങൾ മനസ്സിലാക്കി മൂലകങ്ങളുടെ സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിലവാരമുള്ള ഐറ്റംസ് ഏറ്റവും മിതമായ അളവിൽ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന IKK എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആവറേജ് കോമൺ സെൻസോട് കൂടി കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കി ചെയ്തു പോകുന്ന ഒരു കർഷകൻ ഇപ്പോൾ 2ാം റൗണ്ട് കായെടുത്തുകൊണ്ടിരിക്കുക. അത് അത്യാവശ്യം വിജയകരമായി തന്നെ കായെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും സ്വയം വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ പോസിറ്റീവ് എന്താണ്. നിങ്ങളൊരു മാസം കൊണ്ടോ ഒരു മരുന്നടി കൊണ്ടോ ഒരു വളപ്രയോഗം കൊണ്ടോ ഒരു ഫംഗിസൈഡ് പ്രയോഗം കൊണ്ടോ എത്തിയതല്ല എന്നും ഓരോ കർഷകനും സ്വയമായിട്ട് വിലയിരുത്താൻ പറ്റും. ഈ പ്രോസസ്സ് ഏറ്റവും കുറഞ്ഞത് 1.5 വർഷമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളിലും പരിചരണങ്ങളിലും കൊടുക്കേണ്ട വളങ്ങളിലും മരുന്നുകളിലും നമ്മൾ പാലിച്ചിരിക്കുന്ന സൂക്ഷ്മതയാണ് അതിൻ്റെ റിസൾട്ട്. അത് മനസ്സിലാക്കാതെ ഇന്നും ഈ കച്ചവട തൽപരരായ ആളുകൾ നിർദ്ദേശിക്കുന്ന പ്രോസസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, വെറുതെ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. പോളിസൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫോട്ടോസും വീഡിയോസും ഇട്ട് തന്ന് ശരം മുഴുവൻ വെന്ത് നാശമായി കായകൾ പൊഴിയുന്നു, ഇതെന്ത് സംഭവിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് വിശകലനം ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. 5 ഏക്കർ സ്ഥലം, നിലവിൽ ഏറ്റവും കുറഞ്ഞത് 2 ടൺ ഉണക്കക്കായ എടുക്കണ്ടേ ഒരു തോട്ടം. വലിയ ഓവറായിട്ടുള്ള അവകാശവാദങ്ങളോ അല്ലെങ്കിൽ അവാർഡ് കൃഷി ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചെടി ഒന്നിന് ഒരു ആവറേജ് 1 കിലോ എങ്കിലും ഉണക്കക്കായ എടുക്കേണ്ട ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്ന് നുള്ളിപ്പറക്കിപ്പോയി. അതായത് 5 ഏക്കർ സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഒന്ന് കൈ ഓടിച്ച് കായ എടുത്ത് പോയതിന് ശേഷം മണ്ണിൽ കാൽസ്യം കൊടുക്കുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രമുഖ
കടക്കാർ സജസ്റ്റ് ചെയ്ത് വിട്ട നല്ല ഐറ്റമാണ്. നല്ല ഐറ്റം, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഐറ്റം. അത് പക്ഷേ ഫീൽഡ് വിസിറ്റിന് വന്ന ആൾ നിർദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഉപയോഗിച്ചു. പോളിസൾഫേറ്റ് വാരി ചെടിക്കുള്ളിലും പുറത്തുമായിട്ട് അങ്ങോട്ട് തൂളി കൊടുത്തു. സകല ശരവും വെന്തുപോയി. കൊടുത്ത സാധനം നല്ല മൾട്ടിനാഷണൽ കമ്പനിയുടെ നല്ല പക്ക ക്വാളിറ്റിയുള്ള സാധനവും നല്ല വിലയുള്ള സാധനവും റിസൾട്ടുള്ള സാധനവും. അവസാനം എന്തായി റിസൾട്ട്? അദ്ദേഹത്തിൻ്റെ ഈ സീസണിലേക്കുള്ള ആദായത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 70% ആ ഒരു ഒറ്റ പ്രയോഗത്തിൽ കഴിഞ്ഞു പോയി. അതായത് കാശ് മുടക്കി കടിക്കുന്ന പട്ടീനെ മേടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ തുല്യമായ അവസ്ഥ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ കർഷകർ പോയി പെടുന്ന ഭാഗമാണിത്. അപ്പോൾ ഈ പ്രമുഖ കമ്പനിയുടെ തന്നെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഞാനൊരു കടയിൽ നിൽക്കുന്ന സമയത്ത് ആ കടയിൽ നിന്ന് COC എന്ന് പറയുന്ന ഫംഗിസൈഡിൻ്റെ കൂട്ടത്തിൽ ഒരു ബയോ മണ്ണിൽ കലക്കി വയ്ക്കാൻ കൊടുത്തിരിക്കുന്നു. അത് നെമറ്റോഡിന് ഭയങ്കര റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് വെർട്ടിസീലിയം ലെക്കാനി എന്ന് പറയുന്ന ഒരു ബയോ ഏകദേശം 1300 ചില്ലാനും രൂപ വിലയുള്ള 1 ലിറ്റർ സാധനം. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക, ജീവനുള്ള നമ്മുടെ മിത്ര സൂക്ഷ്മജീവിയാണ്. അതിൻ്റെ കൂടത്തിൽ കലക്കി വയ്ക്കാനാണ് COC സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്രമാത്രം നിരുത്തരവാദിത്വപരമായ സമീപനമാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഏതോ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കൃഷി വിദഗ്ധരാണ്. കൃഷി വിദഗ്ധർ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയെക്കുറിച്ച് അക്കാഡമിക്കലി പഠിച്ചിട്ട് കമ്പനിയുടെ ശമ്പളവും മേടിച്ച് സ്റ്റാഫായിട്ട് കടയിൽ വർക്ക് ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന ആളാണ് ഈ കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വേരിന് നെമറ്റോഡ് നല്ല ഒന്നാന്തര റിസൾട്ടുള്ള കെമിക്കലാണ്. ഞാൻ കൈ കൂപ്പി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ച് നടന്നു പോരുകയില്ല. നമുക്കവിടെ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അയാളോട് പറയേണ്ട കാര്യമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഫംഗിസൈഡിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണമില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് മാത്രമാണ്. ആവശ്യമുള്ള കണ്ടൻറ്റ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ആവശ്യമുള്ളതാണോ എന്ന് നോക്കുക, ആവശ്യമുള്ള അളവിൽ മാത്രം ഉപയോഗിക്കുക. ആ കാലാവസ്ഥയ്ക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുമുള്ളതാണോ എന്ന് തിരിച്ചറിയുക. ഇതിനകത്തുള്ള കണ്ടൻറ്റുകളെക്കുറിച്ച് ഒരു മിനിമം അവബോധമെങ്കിലും നമ്മൾ സ്വന്തം നേടുക. നമ്മൾ ഒരു ഫംഗിസൈഡിൻ്റെ കുപ്പി മാത്രം എടുത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആ കുപ്പിക്കകത്ത് വരുന്ന കണ്ടൻറ്റുകൾ നമ്മൾ അടുത്ത റൗണ്ട് ഫിസേറിയത്തിനോ അല്ലെങ്കിൽ പോമയുടെ ഒരു പ്രശ്നമോ കണ്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അടിച്ച കെമിക്കൽ ഫോമുകളെ കുറിച്ച് നമുക്ക് ധാരണയില്ലെങ്കിൽ രണ്ട് കുപ്പിയായിരിക്കും, 2 കമ്പനിയുടെ ആയിരിക്കും, ചിലപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ 2 കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ മരുന്നിൻ്റെ IKK ലിസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് പോലെ തന്നെ ഫംഗിസൈഡിൻ്റെ ലിസ്റ്റ് അതിനകത്തുണ്ട്. അതിനകത്തുള്ള കണ്ടൻറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ ചാർട്ടുകൾ, അതായത് ഫംഗിസൈഡിൻ്റെ ചാർട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഉള്ളത് സമയക്കുറവ് കൊണ്ടാണ്. അതിൻ്റെ ചാർട്ടുകളുണ്ട്. നമുക്ക് ഓടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ചാർട്ട് 20, 30 എന്നൊക്കെ പറയുന്ന പല ചാർട്ടുകളുണ്ട്. ഇതിനകത്ത് വരുന്ന പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട 2-3 കെമിക്കലുകൾ പെട്ടെന്ന് പറയാം. മെറ്റലാക്സി, മാംഗോസെബ്, ക്യാപ്റ്റൻ, കാർബോഡാസിം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരു ചാർട്ടിൽപ്പെട്ട ഒരു ജനറേഷനിൽപ്പെട്ട കെമിക്കലുകളാണ്. ടെബുക്കോൺസോൾ, ട്രോപ്പിക്കോൺസോൾ, ഡെഫിനോക്കോൺസോൾ എന്നൊക്കെ പറയുന്ന അസോൾ ഫാമിലി അതൊരു ചാർട്ടിൽപ്പെട്ടതാണ്. സ്ട്രോബിൻ ഫാമിലി എന്ന് പറഞ്ഞ് മറ്റൊരു ചാർട്ടുണ്ട്, പിക്കാസോ സ്ട്രോബിൻ, അങ്ങനെ അസോസ്ട്രോബിൻ എന്നൊക്കെ പറഞ്ഞ് സ്ട്രോബിൻ ഫാമിലിപ്പെട്ട മറ്റ് കെമിക്കലുകളുണ്ട്. അതിന് വേറെയും ചാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്ട്രോബിൻ ഫാമിലി ഒരു പ്ലസ് ഒരു അസോൾ ഫാമിലി, ഈ രണ്ടും കൂടി വരുന്നൊരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചേക്കുന്നതെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ റിസൾട്ട് നൽകും. പിന്നെ ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് വർഷങ്ങളായിട്ട് ഒരു 2019 മുതലുള്ള പരിചരണ മുറകളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നത്, ഇവിടെ നിന്നല്ല ഗ്രൂപ്പിൽ സംസാരിക്കുന്ന സമയത്ത് എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ചിട്ടുമുണ്ട്. ഫംഗിസൈഡ് ഉപയോഗത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, ആ ചെടിയെ മൂലകങ്ങൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതിലും സംരക്ഷിക്കുന്നതിലുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഈ ഫംഗിസൈഡ് പോലുള്ള കണ്ടൻറ്റുകൾക്ക് റോളുള്ളൂ എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പുതുതായിട്ട് ഉപേക്ഷിച്ച് കിടന്ന തോട്ടമാണ് എടുത്ത് കവാത്തെടുത്തു ചെയ്യാൻ പോകുമെന്ന് പറയുമ്പോൾ 99% കൃഷിക്കാരൻ പറയണം, നിങ്ങൾ കവാത്തെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു നല്ലൊരു ഫംഗിസൈഡ് കൊടുക്കുക, അതിനുശേഷം മണ്ണിലേക്ക് വേരിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള കെമിക്കൽ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യാൻ പറയും. പക്ഷേ ഞാൻ ഇതിനെ നിർദ്ദേശിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ 2 പ്രോസസ്സും ഞാൻ ആദ്യം പറയാറുള്ളൂ. അത് ഗ്രൂപ്പിലാണെങ്കിലും ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും. ഞാൻ പറയുന്നത് പുതിയതായിട്ടൊരു തോട്ടം നിങ്ങൾ എടുത്തു, അത് ഇതുവരെ പണിയാതെ കിടന്നതാണ്, അതിന് കവാത്തൊക്കെ എടുത്തു. ഫംഗിസൈഡ് ആവശ്യമുണ്ട്. ചെടിയുടെ നിലവിലെ സ്ഥിതി വെച്ചിട്ട് നമുക്ക് ഫംഗിസൈഡ് ആവശ്യമുണ്ട്, വേരിന് കംപ്ലൈൻ്റ് ഉണ്ട്, പല വിഷയങ്ങളുണ്ട്, വളക്കുറവുണ്ട്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ അവിടെ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് എൻ്റെ കൺസെപ്റ്റിലും ഞാൻ ചെയ്യുന്ന രീതിയും ഞാൻ എടുത്തു പറയാം. ഈ ചെടി ക്ലിയറായിട്ട് കവാത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നിലവാരമുള്ള ഈ കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഫോളിയർ വളമാണ്. അതിന് നമ്മുടെ ഗ്രൂപ്പിൽ കൃത്യമായി ചാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ സമയത്ത്, അതായത് ഏകദേശം ഒരു ജൂൺ മാസം മുതൽ ഒരു നവംബർ ലാസ്റ്റ് വരെയുള്ള സമയത്ത് ഉപയോഗിക്കാവുന്ന നിലവാരമുള്ള ഫോളിയർ വളങ്ങളെക്കുറിച്ച്, നൈട്രജനില്ലാത്ത മൈക്രോഫുള്ളിൽ ചേർന്ന് വരുന്ന നിലവാരമുള്ള വളങ്ങളെക്കുറിച്ച് 1-2 കണ്ടൻറ്റുകളുടെ ഫോട്ടോസ് ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത് തരാം. കോംബോ എക്സ്പെർട്ടിൻ്റെ ഉണ്ട്, അഗ്രിസർച്ചിൻ്റെ ഉണ്ട്, വലാഗ്രോയുടെ ഉണ്ട്,
അങ്ങനെ ഒത്തിരി കമ്പനികളുടെ ഉണ്ട്. ICLൻ്റെ ഉണ്ട്, പിന്നെ വെൽഫാമിൻ്റെ ഉണ്ട്, സോയിൽ ഫിറ്റിൻ്റെ ഉണ്ട്. ഇങ്ങനെ കുറേ കമ്പനികളുടെ നൈട്രജൻ ഇല്ലാത്ത ഫോസ്ഫറസും പൊട്ടാഷും സഫീഷ്യൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജിലുള്ള മൈക്രോഫുഡ് ചേർന്ന് വരുന്ന ഒരു ഫോളിയർ ഗ്രേഡ് വളവും അതിൻ്റെ കൂട്ടത്തിൽ ഫോളിയർ കൊടുക്കാവുന്ന അത്യാവശ്യം നല്ല നിലവാരമുള്ളൊരു സീവീഡും കൂടിയിട്ട് കവാത്ത് എടുത്ത ചെടികൾക്ക് ആദ്യം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് സഫീഷ്യൻ്റ് ആയ അളവിൽ, അത് ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് 80 ഇമ്പക്കുള്ള ചെടിക്ക് ഒരു മിനിമം 3 ലിറ്ററെങ്കിലും വരാൻ പാകത്തിന് ഒരു ഫോളിയർ കൊടുത്തതിന് ശേഷം മാത്രം നല്ല നിലവാരമുള്ള, അതായത് ഒറിജിനൽ ഫോളിയർ ഗ്രേഡ് വളങ്ങൾ കൊടുത്തതിനുണ്ടെങ്കിൽ 8 മണിക്കൂർ മതി അത് സസ്യം അത് അബ്സോർബ് ചെയ്തെടുക്കാൻ. അതായത് നമ്മളൊരു ദിവസം ഫോളിയർ കൊടുത്ത് വൈകുന്നേരമായപ്പോഴത്തേക്ക് പരിപാടി തീർച്ചാൽ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനിങ് അവിടെ പൂർണ്ണമായിട്ട് നടന്നു കഴിയും. അതിനുള്ളിൽ കനത്ത മഴയൊന്നും പെയ്ത് തല്ലി ഒഴുകി പോയിട്ടില്ല എങ്കിൽ 100% അത് അവിടെ റിസൾട്ട് നൽകും. ഇതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇടവേള പോലും നോക്കാതെ മണ്ണിലെ pH ബാലൻസ് ചെയ്യുന്നതിനും നിലവിൽ അവിടെ ഡംബായി കിടക്കുന്ന ടോക്സിക് ആയ മൂലകങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് മണ്ണിലേക്ക് ഒരു കാൽസ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ ഒരേ സമയത്ത്, അതായത് ഫോളിയാർ കൊടുക്കുന്ന അന്ന് തന്നെ കഴിയുമെങ്കിൽ മണ്ണിൽ ക്വാളിറ്റി ഉള്ളത് ഡോളോമിറ്റ് കൊടുക്കുക. അത് വർഷങ്ങളായിട്ട് ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഡോളോമിറ്റ് കൊടുത്ത് മണ്ണിൽ ടോക്സിക്കായി കിടക്കുന്ന മൂലകങ്ങളെ ഒന്ന് ഉത്തേജിപ്പിച്ച് മണ്ണിൻ്റെ pH ഒന്ന് ബാലൻസ് ചെയ്ത് മൂലകങ്ങളെ വലിക്കാനുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഫോളിയാറിൻ്റെ സപ്പോർട്ട് കൊണ്ട് ചെടിക്ക് ഒരു ഉണർവാകുകയും അതിൽ നിന്ന് മിനിമം ഒരു 3 ദിവസത്തെ ഇടവേള ഇട്ടിട്ട് അത് ആ ചെടിയുടെ ബാക്കിയുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം നിരീക്ഷിച്ചിട്ട് ഒരു ഫംഗിസൈഡ് ആവശ്യമുണ്ടെങ്കിൽ ഫംഗിസൈഡ് കൊടുക്കുന്നതിന് തെറ്റില്ല. കാരണം വളത്തിൻ്റെ വർക്ക് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പണി തുടങ്ങി കഴിയും. പിന്നെ അവിടെ നമ്മൾ പുറമെ എന്ത് ഉപയോഗിച്ചെന്ന് ഓർക്കും ആ വളത്തിൻ്റെ എഫക്റ്റിനെ അത് ബാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്താണെങ്കിൽ ഒരു വേറെ ഗൗരവമുള്ള വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ മിനിമം ഒരാഴ്ചത്തെ ഇടവേള ഇട്ടിട്ട് ഒരു ഫംഗിസൈഡ് അവിടെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വലിയ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ ആ വളം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ തണ്ടുതരക്കും മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് പുതുതായിട്ട് എടുത്ത തോട്ടമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇടവേള പാലിച്ച് ഒരു മരുന്നടിക്കേണ്ട ഇടവേളയായെങ്കിൽ ജനറേഷൻ നോക്കിയിട്ട് മിനിമം ഡോസിൽ നല്ലൊരു മരുന്ന് അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുതുതായിട്ട് എടുത്ത് ചെയ്യുന്ന തോട്ടമാണെങ്കിൽ നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക. അതിന് മുമ്പ് ചെയ്തിരുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകളുടെ പേരൊന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചിട്ട് അവർക്ക് അറിയാമെങ്കിൽ ഒന്ന് നോക്കി നെറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ കെമിക്കൽ ഫോം കൂടി നോക്കി നമ്മുടെ ചാർട്ട് നോക്കിയിട്ട് ഏത് ജനറേഷനൊക്കെയാണ് എന്ന് ഏകദേശം ഒരു ധാരണ പറ്റി വേറൊരു ജനറേഷൻ മരുന്നെടുത്ത് ഉപയോഗിക്കുക. അതല്ല എങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഐഡിയ വെച്ചിട്ട് ഒരു സാധാരണ കർഷകന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു 1 മുതൽ 3 വരെയുള്ള ജനറേഷൻ മരുന്നുകളായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിൽ അത് 3 ഒഴിവാക്കിയിട്ട് 4, 5, 6 ജനറേഷനിൽപ്പെട്ട ഏതെങ്കിലും ഒരു കെമിക്കൽ മേടിച്ച് അവിടെ കൊടുത്ത് മരുന്നടിക്കാൻ തുടങ്ങുക. അതിനുശേഷം ഫിസേറിയം പോലുള്ള സംഭവങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫംഗിസൈഡ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നമ്മൾ ഓൾറെഡി ഡോളോമിറ്റ് രൂപത്തിൽ കാൽസ്യം കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലി നമുക്കൊരു കാൽസ്യം കൊടുക്കാനായിട്ടും ആ സമയത്ത് തന്നെ ഒരു ഫംഗിസൈഡിൻ്റെ പ്രയോഗം കൂടി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഏറ്റവും കോസ്റ്റ്ലിയാണ്. നല്ലൊരു ബോഡോ മിശ്രിതം കൊടുക്കുക. ചെടി കുളിപ്പിച്ചൊരു ബോഡോ മിശ്രിതം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെടി ആദ്യം തന്നെ ഫുഡ് കിട്ടി, അത് അത്യാവശ്യം ചെടി അബ്സോർബ് ചെയ്തു. പക്ഷേ ബോഡോ മിശ്രിതം നമ്മൾ കൊടുക്കുമ്പോൾ ഈ വളങ്ങൾ കൊടുത്തതിൽ നിന്ന് മിനിമം 12 ദിവസമെങ്കിലും ഇടവേള പാലിക്കുക. 15 ദിവസം വരെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ NPK-യിൽ എണ്ണ ഒഴിവാക്കി ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മൈക്രോഫുഡ് എലമെൻറ്റ്സ് നല്ലൊരു സീവീഡ് കൂട്ടി നമ്മൾ ഫോളിയാർ കൊടുത്തു. അതിൽ നിന്ന് ഒരാഴ്ചത്തോളം ഇടവേള ഇട്ടിട്ട് ഒരു മരുന്നടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഫംഗിസൈഡായിട്ട് ബോഡോ മിശ്രിതം. അപ്പോൾ ഫിസിക്കൽ കാൽസ്യവുമായി ചെടിക്കൊരു ഫംഗിസൈഡുമായി നമ്മൾ ആദ്യം തന്നെ മണ്ണിൽ കാൽസ്യം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കാൽസ്യ പ്രയോഗം, അതായത് ഡോളോമിറ്റ് കൊടുത്തേക്കുന്നോടൊപ്പം ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് കാൽസ്യവും മഗ്നീഷ്യവുമാണ്. ഈ കാലാവസ്ഥയിൽ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പലതരത്തിലുള്ള വളങ്ങൾ തിരഞ്ഞെടുക്കാം. നൈട്രജൻ ഒന്നെങ്കിലും ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഏറ്റവും പെർസെൻറ്റേജ് കുറഞ്ഞ വളങ്ങൾ മണ്ണിൽ കൊടുക്കുക. അതിന് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മണ്ണിനെക്കുറിച്ചും അവിടുത്തെ മുൻകാല അനുഭവങ്ങളെക്കുറിച്ചും ധാരണയുള്ളിടത്ത് 12-11 എന്ന് പറയുന്ന കോംപ്ലക്സ് വളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും മണ്ണിലേക്ക് കൊടുക്കാനായിട്ട് MKP 52-34 കൊടുക്കാം. അതല്ലെങ്കിൽ IKK എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഫോസ്മാജിക് എന്ന് പറയുന്ന വളം കൊടുക്കാം. അതല്ല ഫോസ്ഫറസ് ടോക്സിക്കായ മണ്ണാണ് എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ വെറും SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 0.050 എന്ന് പറയുന്ന വളം കൊടുക്കാം. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൂട്ടത്തിൽ മൈക്രോഫുഡും കൂടി മണ്ണിൽ കൊടുത്തിരിക്കണം. ഡോളോമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് 15 ദിവസം ശേഷമാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 30 ദിവസത്തേന് ആ ചെടിയെ നമുക്ക് വെറുതെ വിടാം. അവിടെ മറ്റ് വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗൗരവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം അതിനുവേണ്ടി മാത്രമുള്ള സെപ്പറേറ്റ് പരിചരണ മുറിയിലേക്ക് പോയാൽ മതി. അതല്ലെങ്കിൽ ആദ്യത്തെ ഫോളിയാറിൽ നിന്ന് നമ്മൾ ഇത്രയും പ്രോസസ്സുകൾ ചെയ്തു വരുമ്പോൾ, അതായത് ഫോളിയാറിനോടൊപ്പം തന്നെ മണ്ണിൽ കാൽസ്യം കൊടുത്ത് അവിടെ 15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ടെടുത്ത് ചെയ്തു വരുന്ന സ്ഥലത്ത് ഒരു 25-30 ദിവസത്തെ ഇടവേളയിൽ, അതായത് ആദ്യത്തെ ഫോളിയാറിൽ നിന്ന് 30 ദിവസത്തെ ഇടവേളയിൽ സെയിം കണ്ടൻറ്റ് ഫോളിയാർ ഒന്നും കൂടി ആവർത്തിക്കുക. പിന്നെ ആ ചെടി ആക്റ്റീവ് ആയില്ല എങ്കിൽ ഞാനിപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഉറപ്പിച്ച് പറയുന്നു,
അതിന് വരുന്ന മുതൽ മുടക്ക് നഷ്ടപരിഹാരമായി തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. കാരണം നമുക്ക് ആ പരിചരണത്തിൽ അത്രയും ഉത്തമ വിശ്വാസവും അത്രയ്ക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും എനിക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്, സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. കാരണം സമീകൃതമായിട്ട് ആഹാരം കഴിക്കാനുള്ളൊരു സാഹചര്യം ആദ്യം ഉണ്ടാക്കുക. നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തു എന്നുള്ളതല്ല, കൊടുക്കുന്ന കണ്ടൻറ്റുകൾ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ, ആ ചെടിയുടെ നിലവിലെ സാഹചര്യത്തിന് അനുയോജ്യമാണോ, കാലാവസ്ഥയ്ക്ക് ചേരുന്നതാണോ, അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അത് തിരിച്ചറിയുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ യൂസിലേക്ക് വരുന്ന വളങ്ങൾ ഒറിജിനൽ ഫോളിയർ ഗ്രേഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. സീസൺ സമയത്ത്, അതായത് മഴ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ നൈട്രജൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു 5-6% വരെ നൈട്രജൻ ഉള്ള കണ്ടൻറ്റുകൾ പ്രശ്നമില്ലാതെ ആരോഗ്യമുള്ള ചെടികൾക്ക് സപ്പോർട്ടാകുകയുള്ളൂ. എന്നാൽ നൈട്രജൻ ടോക്സിക്കായി നിൽക്കുന്ന കാലാവസ്ഥയിൽ അത് ഒഴിവാക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. ഒഴിവാക്കിയാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫംഗിസൈഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. തീർച്ചയായിട്ടും ഫംഗിസൈഡ് കൊടുത്തോടത്ത് നമുക്ക് സ്പ്രേ കൊടുത്തേക്കുന്ന സ്ഥലത്ത് ഒരു ഫോളിയർ വളം കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ 15 ദിവസത്തെ ഇടവേള നിർബന്ധമായി പാലിച്ചിട്ട് അത് കൊടുത്താലേ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഫംഗിസൈഡിന് കൃത്യമായിട്ടൊരു പ്രവർത്തന സമയം കിട്ടുള്ളൂ, ആ ഫംഗിസൈഡിന് കൃത്യമായ റിസൾട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഒരു കാരണവശാലും ഹോർമോണുകളോ അമിനോസോ നൈട്രജനോ ചേർന്ന് വരാത്ത നല്ല ക്വാളിറ്റിയുള്ളൊരു ഫോളിയർ ചെടിക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നിയന്ത്രിത അളവിൽ മാത്രം കൊടുക്കുക. കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അളവിനെ വിഭജിച്ച് തവണകളാക്കുക. ഇപ്പോൾ കുളിപ്പിച്ച് 5 ലിറ്റർ അടിക്കുന്നതിലും വളരെ എഫക്റ്റീവാണ് ഒരു 2 ലിറ്റർ ഒരു തവണ കൊടുത്തിട്ട് ഒരു 25-30 ദിവസത്തെ ഇടവേളയിൽ ഒരു 2 ലിറ്ററും കൂടി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുതുതായിട്ട് എടുത്ത് ചെയ്യുന്ന കൃഷിയിടങ്ങളിൽ. മറ്റ് നമ്മൾ താളത്തിൽ വീണ അല്ലെങ്കിൽ പരിചരണം കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കായെടുപ്പ് കഴിഞ്ഞ് ഫോളിയാർ അതിൽ നിന്ന് ഒരാഴ്ചത്തെ ഇടവേളയിട്ട് മരുന്നടി, ഇതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ മരുന്നടിക്ക് ശേഷം നമ്മൾ വളരെ മൈന്യൂട്ടായ തോതിൽ സോയിൽ ആപ്ലിക്കേഷൻ വളം, അത് ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ആ മണ്ണിൽ തൂളി കൊടുക്കുക. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഗ്രൂപ്പുകളിലും മറ്റ് പല വീഡിയോകളിലും ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാപകമായി വിമർശനം വന്നേക്കുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ വളം അളവിൽ സഫീഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. അളവിൽ സഫീഷ്യൻ്റ് അല്ല എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് മാത്രമാണ്, നമ്മുടെ ചിന്തയിലും നമ്മുടെ ധാരണയിലുമാണ് ഈ സഫീഷ്യൻ്റ് അല്ല എന്ന് വരുന്നത്. കൃത്യമായിട്ട് ആ ഡോസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോസ് ഉപയോഗിച്ച് എൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങളാരും ബോധേഡാകുകയോ അതിനെക്കുറിച്ച് വറീഡാകുകയോ ചെയ്യേണ്ട. അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ 100 കണക്കിന് കർഷകർ അവർ സ്വന്തം അനുഭവം അവർ സ്വന്തം പാഠമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കർഷകൻ ഇത് ഇന്നത് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും IKK എന്ന് പറയുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ ഷാജീസ് കാർഡമൻ്റെ ഏരിയ എന്ന് പറയുന്ന ഈ അധ്യായമോ ഉദ്ദേശിക്കുന്നില്ല. ഒരാളെയും ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്നില്ല. സ്വന്തമായിട്ട് കാശ് മുടക്കി സ്വന്തം സ്ഥലത്ത് സ്വന്തം അധ്വാനത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും അത് സ്വന്തം തന്നെയാണ്. 10 രൂപ കൂടുതൽ കിട്ടിയാലും അവനവൻ്റെ പോക്കറ്റിലിരിക്കും, 10 രൂപ കൂടുതൽ ചിലവായ അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് മാത്രം പോകും. ഇതിൽ 1 രൂപ പോലും IKK എന്ന് പറയുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ ഷാജീസ് കാർഡമൻ്റെ ഏരിയ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലോ ആവശ്യപ്പെടുന്നുമില്ല. ഒരു കാരണവശാലും ഒരു കാലത്ത് മേടിക്കാനും തയ്യാറില്ല. അതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അത്രയ്ക്ക് നമ്മളെ മെൻ്റലി അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള പരിചരണ മുറകൾ ചെയ്യുന്ന ആളുകളാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഫംഗിസൈഡ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് അത് ഉപയോഗിക്കണം. പക്ഷേ അതിനെ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഇരയാകുന്ന രീതിയിലായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഏത് കണ്ടൻറ്റ് ഉപയോഗിച്ചു, ഏത് കമ്പനിയുടെ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് നിലവാരത്തിലുള്ള ഐറ്റമാണ് നമ്മൾ ഉപയോഗിച്ച് ഇത്രയും സംഭവങ്ങൾ ഉറപ്പുവരുത്തുക. ആ സമയത്ത് അത് ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും കൂടി ആലോചിച്ചിട്ട് മാത്രം ഫംഗിസൈഡ് ഉപയോഗിക്കുക. അല്ല എങ്കിൽ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ, നല്ലൊരു ഫുഡ്, ഫിസിക്കലി നല്ലൊരു ഫോളിയാറും മണ്ണിലൊരു വളപ്രയോഗവും മണ്ണിലും ചെടിയിലും കാൽസ്യത്തിൻ്റെ ഇടവേള അത് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായ ചർച്ചകൾ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അതിൽ കേട്ട് മനസ്സിലാക്കി മണ്ണിലും ചെടിയിലും കാൽസ്യം കൊടുക്കേണ്ട ഇടവേളയിൽ നിലവാരമുള്ള ഐറ്റംസ് നോക്കി കൊടുത്തു. ഇതിന് മറ്റു പലരും സജസ്റ്റ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നൊരു പോയിന്റ് പറയാം. ഒരു കാരണവശാലും മണ്ണിലേക്ക് കാൽസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ഉപയോഗിക്കാതിരിക്കുക. അത് വർഷങ്ങളായിട്ട് ആവർത്തിച്ച് പറയുന്നതാണ്. പുതിയ ചെടി വയ്ക്കുന്നതിനായിട്ടായി തടം നിങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ കാൽസ്യ പ്രയോഗവും മണ്ണിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ടും കുമ്മായം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആദായത്തിലേക്ക് കയറിയ ചെടികൾക്ക് ഒരു കാരണവശാലും കുമ്മായം നിങ്ങൾ കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ആ സീസൺ ആദായത്തിന് 30% ഒരൊറ്റ പ്രോസസ്സ് കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അത് അനുഭവസ്ഥരായ ഒത്തിരി കർഷകർ ഇപ്പോൾ പുതുതായിട്ട് ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നവരുണ്ട്, പഴയ കർഷകരുണ്ട്, അവരുടെ പഴയ അനുഭവത്തിൽ നിന്നുണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത്യാവശ്യം സംസാരപ്രിയനാണ്. ഈ വിഷയം കൂടി ആയതുകൊണ്ട് വളരെ ലെങ്തി ആയി പോകും. ഏതായാലും ഞാൻ പറഞ്ഞു വന്ന ഈ ഫംഗിസൈഡ് പ്രയോഗത്തിലെ നിയന്ത്രണത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കുകയും ആവശ്യമില്ലാതെ ഫിസിക്കലി ഉപയോഗിക്കേണ്ട ഫംഗിസൈഡുകൾ കൊണ്ടേ കലക്കി മണ്ണിലേക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ കാഴ്ച നിന്ന് 5 മുതൽ 6 കാ വരെ വേനൽക്കാലത്തെ പരിചരണം കൊണ്ടും വളം കലക്കി ഒഴിക്കൽ കൊണ്ടും നനവ് കൊണ്ടും ഉൽപ്പാദിപ്പിച്ചെടുത്ത കർഷകർ ഒരു തവണ കുമ്മായവും സൾഫറും മഗ്നീഷ്യവും മഞ്ഞപ്പൊടിയും കലക്കി ഒഴിച്ചു കൊടുക്കുകയും വിത്തിൻ 10 ഡേയ്സ് ഈ പറയുന്ന പോലെ ഫംഗിസൈഡുകളെല്ലാം കൂടി കലക്കി മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് കുറ്റിച്ചൂട് പോലെ നിൽക്കുന്ന ശരവുമായിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരുമായിട്ടല്ല, ഞാൻ ഇന്നും വെറും 20%കാരനാണ് ആവർത്തിച്ച് പറയുന്ന ഗ്രൂപ്പിലും ഈ വീഡിയോയിലും. പക്ഷേ ചെയ്യാണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ
നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കും നിലനിൽപ്പിനുള്ളൊരു വരുമാനം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രയ്ക്കും പോസിറ്റീവായ ഒരു വില നിലവാരം നിൽക്കുന്നൊരു, അത് മാന്യമായ വില കിട്ടുന്നൊരു സമയമാണ്. ഇതിനെക്കുറിച്ച് ഇച്ചിരി ഗൗരവത്തിൽ ചിന്തിച്ച് ചെയ്യാൻ സാധിക്കുന്നവർ അതിന് വേണ്ടിയിട്ട് സ്വല്പം റിസ്ക്കും സ്വല്പം എഫേർട്ടും എടുക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനത് തന്നെയാണ്, ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അധ്യായം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.